ഡോക്ടർ പറഞ്ഞല്ലോ മറ്റേ രോഗിയെ രോഗിയുടെ അസുഖത്തിൽ നിന്ന് മാറുവാനും അയാളുടെ ആ ഫ്യൂച്ചറിലേക്ക് അയാളെ പ്രിപ്പയർ ചെയ്യാനുമുള്ള ഇത് ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളും പറയും പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ, ദാറ്റ് ഈസ് രോഗിയെ ഫോക്കസ് ചെയ്യുന്ന കെയർ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന പടങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കിട്ടുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗി കിടക്കയിൽ കിടപ്പുണ്ട്, അതിൻ്റെ ചുറ്റും എല്ലാ എക്വിപ്മെൻറ്റും ഉണ്ട്, അതിൻ്റെ ചുറ്റും കുറേ സ്പെഷ്യലിസ്റ്റും ഡോക്ടേഴ്സും നേഴ്സും സ്റ്റാഫും എല്ലാവരും ഉണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ ഈ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി അങ്ങ് കവർ ചെയ്യുന്ന, അതാണ് പേഷ്യൻ്റ് നടുവിൽ, ബാക്കി എല്ലാവരും ചുറ്റും ഇങ്ങനെ കെയർ കൊടുക്കുന്ന കാര്യമായിട്ടാണ് വരുന്നത്. പക്ഷേ അത് എത്രമാത്രം പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയറിൽ നിന്ന് മാറിയതാണ് എന്നുള്ളതാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചുറ്റും നിന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ആക്സിഡൻറ്റ് വന്നു, നമുക്ക് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നറിയില്ല, എവിടെയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, അല്ലല്ലോ ഇൻറ്റേർണൽ ഓർഗൻസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റിൽ പെട്ട ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പേഷ്യൻ്റ് സെൻറ്റേർഡ്, അവിടെ മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യം വരാം. എമർജൻസി മെഡിസിൻ ഡോക്ടർ വേണം, സ്കാനിങ് വേണ്ടി വരും, MRI വേണ്ടി വരും, ട്രിപ്പ് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അവിടെ വേണ്ടി വരും. അവിടെയാണ് പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ വേണ്ടി വരുന്നത്. പിന്നെ അതുപോലെ ഒരു ഇൻഫെക്ഷനൊക്കെ വന്നു, അത് ഒരു അതിൻ്റെ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് കൂടി ഒരു പല സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നിയാൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കെയർ ഒക്കെ വേണ്ടി വരും. യൂഷ്വലി മൾട്ടി സിസ്റ്റം ഒക്കെ ഇൻഫെക്ഷൻ വന്ന് വരുന്നത് മിക്കവാറും ഈ മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളവർക്കായിരിക്കും. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കിഡ്നി ഡിസീസും എല്ലാം ഉള്ളവർക്കാണ്. അപ്പം ഒരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സിസ്റ്റംസും പ്രശ്നത്തിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പം ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്ടർമാരും കൂടെ ഒക്കെ പരിശ്രമിക്കേണ്ടി വരാം. ആ ഒരു എമർജൻസി ICU കെയറിൽ നമുക്കിതൊക്കെ പേഷ്യൻ്റ് സെൻറ്റേർഡ് ഒക്കെ ആവശ്യമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വേണ്ടത് ആ പേഷ്യൻറ്റിനെ രോഗി അല്ലെന്നാക്കുക എന്നുള്ളതാണ്. മരുന്ന് കഴിക്കുന്ന ഒരാളെന്നും രോഗിയാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.